ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പഴങ്ങളുടെ കാലമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കാഴ്ചശക്തി കൂടാനും അതേപോലെ തന്നെ രക്തസമ്മർദ്ദം നോർമലാക്കാനും ഒക്കെ വളരെ നല്ലൊരു ജ്യൂസാണ്. നമ്മൾ പേരക്ക ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പേരക്ക ജ്യൂസ് പൊതുവെ കഴിക്കാനായിട്ട് പലർക്കും മടിയുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വീണ്ടും വീണ്ടും നമുക്ക് കുടിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ദേ നമ്മളിവിടെ ഒരു മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പേരക്കയും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് കുറച്ച് പേരക്കയും മാങ്ങയും ഒക്കെ കിട്ടി. പേരക്കയുടെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട്. പക്ഷെ കഴിക്കാനായിട്ട് പലർക്കും മടിയാണ്. പേരയ്ക്ക കൂടുതൽ പഴുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പലർക്കും മടിയാണ്. അതുകൊണ്ട് തന്നെ പേരയുടെ ചുവട്ടിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കിയൊക്കെ വീട്ടിലെ എല്ലാവർക്കും പേരയ്ക്ക കഴിക്കാൻ മടിയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാടാണ്. വൈറ്റമിൻ എ ധാരാളം പേരക്കയിലുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ കുറവ് ഉള്ള ആൾക്കാരിൽ നിശാന്തത ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ തടയാനായിട്ട് പേരയ്ക്ക കഴിച്ചാൽ മതി. അതുപോലെ തന്നെ പ്രായാധിക്യം മൂലമുള്ള കാഴ്ചക്കുറവ് പരിഹരിക്കാനും ഈ പേരയ്ക്ക ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സി ധാരാളം ഇതിലുണ്ട്. അതായത് നമ്മുടെ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും 4 ഇരട്ടിയാണ് പേരക്കയിലുള്ളത്. അപ്പോൾ അത്രയും ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പേരക്ക കളഞ്ഞിട്ട് നമ്മൾ ഓറഞ്ച് വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി കഴിക്കുന്നതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും ഈ ഒരു മഴക്കാലത്ത്. അതേപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന അണുബാധകളിൽ നിന്നും രോഗകാരികളായ ബക്കളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് പേരയ്ക്ക അരിഞ്ഞതും മാമ്പഴം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുള്ളവർ മാത്രം ചെയ്യുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാവുന്നതാണ്. കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ശരീരത്തിന് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതോടെ സാധിക്കും. അതായത് മാമ്പഴത്തിൽ വൈറ്റമിൻ എ, സി, ഇ എന്നിവയും അതേപോലെ തന്നെ പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും സമ്പുഷ്ടമായിട്ട് തന്നെ ഉണ്ട്. അതേപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പിന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇതിനെല്ലാം നമ്മുടെ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് വഴി സാധിക്കും കേട്ടോ. കാഴ്ചശക്തി കൂടാനുള്ള ഒരു യോഗമുദ്രയാണ് നമ്മൾ കാണിക്കുന്നത്. കൈ നിവർത്തി പിടിക്കുക, കുഞ്ഞുവിരലും അതിനടുത്ത വിരലും മടക്കി പിടിക്കുക, അതായത് മോതിര വിരലും. തള്ളവിരൽ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. മറ്റു 2 വിരലുകൾ ഇതേപോലെ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. നന്നായിട്ട് നിവർത്തി തന്നെ പിടിക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ 2 മിനിറ്റ് 2 കൈയിലും ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു എക്സസൈസാണിത്. രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നാടൻ പഴങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നവ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതലായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഇതിൽ ഏതെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.